നൈജീരിയയിൽ ക്രൈസ്തവ സമൂഹത്തിന് നേരെ നിരന്തരം അതിക്രമങ്ങൾ അഴിച്ചുവിടുന്ന ISIS ഭീകരർക്ക് കനത്ത തിരിച്ചടി നൽകി അമേരിക്ക. വടക്ക് പടിഞ്ഞാറൻ നൈജീരിയയിലെ ഭീകര കേന്ദ്രങ്ങളിലേക്ക് നേരെ US സൈന്യം ശക്തമായ ആക്രമണം നടത്തിയതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഈ വിവരം ലോകത്തെ അറിയിച്ചത്. വർഷങ്ങളായി നൈജീരിയയിലെ നിരപരാധികളായ ക്രൈസ്തവരെ വേട്ടയാടുന്ന ഭീകരവാദികൾക്ക് നൽകിയ താക്കീതാണ് ഇതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നൈജീരിയൻ സർക്കാരിന്റെ സഹകരണത്തോടെയായിരുന്നു ഈ നിർണായക നീക്കം. നൈജീരിയയിലെ ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് നവംബർ മാസത്തിൽ തന്നെ ട്രംപ് കർശന മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഭീകരവാദികൾ പിന്മാറാത്ത പക്ഷം അമേരിക്കൻ സൈന്യം ഇടപെടുമെന്നും വലിയ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം അന്നേ പ്രഖ്യാപിച്ചിരുന്നു. ഈ മുന്നറിയിപ്പിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ സൈനിക നടപടി ഉണ്ടായിരിക്കുന്നത്. അവർ ക്രൈസ്തവരെ കൊല്ലുന്നത് വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മുൻപ് മുന്നറിയിപ്പ് നൽകിയതുപോലെ തന്നെ ഇപ്പോൾ പ്രവർത്തിച്ചിരിക്കുന്നു എന്നാണ് ട്രംപ് തന്റെ കുറിപ്പിൽ വ്യക്തമാക്കിയത്. തന്റെ ഭരണത്തിന് കീഴിൽ ഇസ്ലാമിക തീവ്രവാദത്തോടെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമായിരിക്കും ഉണ്ടാകുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വടക്ക് പടിഞ്ഞാറൻ നൈജീരിയയിലെ IS കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു അമേരിക്കയുടെ നീക്കം. ഭീകരരുടെ ഒളിത്താവളങ്ങളും ആയുധപ്പുരകളും തകർക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. വളരെ കൃത്യതയാർന്ന ആക്രമണമാണ് നടന്നതെന്ന് പെന്റഗൺ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും നാശനഷ്ടങ്ങളുടെ കണക്കുകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. നൈജീരിയയിലെ ഭീകരവാദം ആഗോള സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണെന്ന വിലയിരുത്തലിലാണ് പെന്റഗൺ. ട്രംപിന്റെ നിർദ്ദേശപ്രകാരം അതിവേഗമാണ് സൈനികർ നീക്കം നടത്തിയത്. ഇനിയും ക്രൈസ്തവർക്ക് നേരെയോ മറ്റ് നിരപരാധികൾക്ക് നേരെയോ ആക്രമണം ഉണ്ടായാൽ ഉടൻ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ അറിയിച്ചു. US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തും ഈ സൈനിക നടപടിയെ അഭിനന്ദിച്ച് രംഗത്തെത്തി. നൈജീരിയൻ സർക്കാരുമായി ചേർന്ന് നടത്തിയ നീക്കം വിജയകരമായിരുന്നുവെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. നൈജീരിയൻ സർക്കാരിന്റെ സഹകരണത്തിന് നന്ദിയെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ പ്രാദേശിക സർക്കാരുകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുമെന്നും ഹെഗ്സെത്ത് വ്യക്തമാക്കി. ISനെ നൈജീരിയയിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്ന സൂചനയും അദ്ദേഹം നൽകി. നൈജീരിയയിലെ സൈനിക സഹകരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനും ഇടയാക്കിയിട്ടുണ്ട്. ലോകത്ത് ക്രൈസ്തവർ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്ന രാജ്യങ്ങളിൽ ഒന്നായി നൈജീരിയ മാറിയിരുന്നു. വടക്കൻ നൈജീരിയയിൽ സായുധ സംഘങ്ങളും IS ഘടകങ്ങളും ഗ്രാമങ്ങൾ ആക്രമിക്കുകയും പള്ളികൾ തകർക്കുകയും വിശ്വാസികളെ കൂട്ടക്കൊല ചെയ്യുകയും ചെയ്യുന്നത് പതിവായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഇടപെടൽ നിർണായകമാകുന്നത്. നൈജീരിയൻ സർക്കാർ ഈ അതിക്രമങ്ങൾ തടയുന്നതിൽ പരാജയമാണെന്ന് നേരത്തെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ വിമർശനം ഉയർന്നിരുന്നു. സ്വന്തം പൗരന്മാരെ സംരക്ഷിക്കാൻ നൈജീരിയ ഒന്നും ചെയ്യുന്നില്ലെന്ന് നവംബറിൽ ട്രംപ് ആരോപിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് താൻ നേരിട്ട് ഇടപെടാൻ തീരുമാനിച്ചതെന്നും ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ട്രംപിന്റെ ഈ നടപടി ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ അമേരിക്ക നേരിട്ട് സൈനിക ഇടപെടൽ നടത്തുന്നത് പല രാജ്യങ്ങളും നിരീക്ഷിക്കുന്നുണ്ട്. എന്നാൽ മതപീഡനത്തിനെതിരായ പോരാട്ടത്തിൽ ട്രംപിന്റെ ഈ നീക്കം വലിയൊരു വിഭാഗം ജനങ്ങൾ സ്വാഗതം ചെയ്യുന്നു. മതസ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനും ഭീകരവാദിത്വം ഇല്ലായ്മ ചെയ്യുന്നതിനും തന്റെ ഭരണകൂടം മുൻഗണന നൽകുമെന്നും ട്രംപ് ആവർത്തിച്ചു. ഇസ്ലാമിക തീവ്രവാദത്തെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് അദ്ദേഹം. നൈജീരിയയിലെ ആക്രമണം ലോകമെമ്പാടുമുള്ള ഭീകര സംഘടനകൾക്കുള്ള മുന്നറിയിപ്പായാണ് വിലയിരുത്തപ്പെടുന്നത്.